ലഹരി പരിശോധനയ്ക്കെത്തിയ ഡാൻസ് ഓഫ് സംഘത്തെ വെട്ടിച്ച് രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് ചോദ്യം ചെയ്യലിന് പോലീസ് നോട്ടീസ് നൽകി. ഷൈൻ ടോം ചാക്കോയുടെ തൃശൂരിലെ വീട്ടിൽ പോലീസ് സംഘമെത്തി. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നാളെ വൈകിട്ട് 3 മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഷൈൻ നാളെ ഹാജരാകുമെന്ന് പിതാവ് ചാക്കോ പറഞ്ഞതായി പോലീസ്. കെ രാഗേഷിനെ പ്രശംസിച്ച് പോസ്റ്റിട്ട ദിവ്യ എസ് അയ്യർ IAS-നെതിരെ പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കും പരാതി നൽകി. ദിവ്യ IAS ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു. വാക്കുകൊണ്ട് ഷൂവിന്റെ ചരട് കെട്ടിക്കൊടുക്കുകയാണ് ദിവ്യ ചെയ്തതെന്നും യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്. PO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ 45 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ശുപാർശ നൽകിയത് സമരം ചെയ്ത 3 പേർക്കുൾപ്പെടെ. അഡ്വൈസ് മെമ്മോ ലഭിക്കാത്തവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരും. മുനമ്പം പ്രശ്നം സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി കരുതുന്നില്ല എന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ്. പരിഹരിക്കപ്പെടുന്നത് സർക്കാരിന്റെ മൈലേജ് കൂട്ടുകയേയുള്ളൂ. കോടതിക്കപ്പുറം എങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്ന് നോക്കണമെന്നും ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ. തിരുവനന്തപുരം വെള്ളറടയിൽ രോഗി മരിച്ചത് ആശുപത്രിയിലേക്ക് മാറ്റാൻ 108 ആംബുലൻസ് വിട്ടുനൽകാത്തതിനെ തുടർന്നാണെന്ന് പരാതി. മരിച്ചത് വെള്ളറട സ്വദേശി ആൻസി. ജീവനക്കാരെ വിളിച്ചുവെങ്കിലും നടപടിയുണ്ടായില്ല എന്ന് ബന്ധുക്കൾ. 108 ആംബുലൻസുകൾ സ്പെഷ്യൽ ഡ്യൂട്ടിയിലായിരുന്നുവെന്ന് വിശദീകരണം. ആൻസിയുടെ നില വഷളായത് പനിയെ തുടർന്ന്. പത്തനംതിട്ട കോന്നിയിലെ ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂൺ ഇളകി വീണ് 4 വയസ്സുകാരന് ദാരുണാന്ത്യം. മരിച്ചത് അടൂർ കടമ്പനാട് സ്വദേശി അഭിരാം. അപകടമുണ്ടായത് ഫോട്ടോ എടുക്കുന്നതിനിടെ. ബലക്ഷയമുള്ള തൂൺ കുട്ടി പിടിച്ചപ്പോൾ മറിഞ്ഞു വീണുവെന്ന് ബന്ധുക്കൾ. വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ.